ടു കൊമേഴ്സ് ഫാമിലി. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ 3 ആയ ബിസിനസ് എൻവയൺമെൻറ്റിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നമ്മുടെ വൺ ഷോർട്ട് ഡിവിഷനാണ്. അപ്പോൾ ചടപടി എന്ന് പറഞ്ഞ് നമ്മളെല്ലാം റിവൈസ് ചെയ്തങ്ങ് പോകും. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുവാണെങ്കിൽ കുറേ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിസിനസ് എൻവയൺമെൻറ്റ് ആദ്യത്തെ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയൺമെൻറ്റ്. ബിസിനസ് എൻവയൺമെൻറ്റിൻ്റെ കുറച്ച് ഫീച്ചറുകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. എന്താണ് ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്? ബിസിനസ് എൻവയൺമെൻറ്റ് ഇസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ തിങ്സ് വിച്ച് ഇസ് എക്സ്റ്റേണൽ ടു ബിസിനസ് ഫേം. ബിസിനസ് ഫേമിൻ്റെ ചുറ്റുമുള്ള എല്ലാ കാര്യവും എന്താണ്? അതിനെയാണ് നമ്മൾ ബിസിനസ് എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്, ആസ് സച്ച് ആസ് അഗ്രിഗേറ്റീവ് ഇൻ നേച്ചർ. അപ്പോൾ ഫസ്റ്റ് വൺ ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. രണ്ടാമത്തെയാണ് സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോഴ്സ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഫോഴ്സ് ഉണ്ട്. ഒന്ന് സ്പെസിഫിക്കും ഉണ്ട്, ഒന്ന് ജനറലും ഉണ്ട്. അപ്പോൾ സ്പെസിഫിക് ഫോഴ്സിന് ഒരു പ്രത്യേക തരമുള്ള സംഭവമാണ്. അതെന്താണ്? ഫോഴ്സ് ലൈക്ക് ഇൻവെസ്റ്റേഴ്സ്, കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, അതായത് ബിസിനസ്സായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് സ്പെസിഫിക് ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് പൈസ കിട്ടില്ല, അങ്ങനെ ഒരു ബിസിനസ് ഓടില്ല, അല്ലേ? കസ്റ്റമേഴ്സ് വന്ന് സാധനം വാങ്ങിക്കാതെ നമ്മുടെ ബിസിനസ് ഓടുവോ? ഇല്ല. കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, സപ്ലയേഴ്സ് ഉണ്ട്, ഡയറക്റ്റ് ഇമ്പാക്ട് ഇൻഡിവിജ്വൽ ബിസിനസ്. അപ്പം ഇത്രയും ആൾക്കാർ നമ്മളെ ഡയറക്റ്റ്ലി ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. അറ്റ് ദ സെയിം ടൈം ജനറൽ ഫോഴ്സ് വരുമ്പോൾ, വൈൽ ജനറൽ ഫോഴ്സ് സച്ച് ആസ് സോഷ്യൽ, പൊളിറ്റിക്കൽ, ലീഗൽ ആൻഡ് ടെക്നോളജിക്കൽ കണ്ടീഷൻസ് ഹാവിങ് എൻ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ബിസിനസ്. അതായത് അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻഡയറക്ട്ലി ആയിരിക്കും. അതായത് നമ്മുടെ സോഷ്യലി, ലീഗലി അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഒക്കെ വരുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, മൂന്നാമത്തെയാണ് ഇന്റർ റിലേറ്റഡ്നെസ്. ഇന്റർ റിലേറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെൻറ്റ് എലമെന്റ്സ് ഓർ പാർട്സ് ഓഫ് ബിസിനസ് എൻവയൺമെന്റ് ആർ ക്ലോസ്ലി ഇന്റർ റിലേറ്റഡ്. അപ്പം ഒന്നൊന്നിനോട് ഇന്റർ റിലേറ്റഡ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ പറയുന്നത് increased life expectancy of people and increased awareness of health care have increased the demand of many healthcare products. അതായത് ഇപ്പം ഇതൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഇപ്പോഴത്തെ ആൾക്കാരെല്ലാവരും ജിമ്മിൽ പോകും, അല്ലേ? നമ്മൾ സ്റ്റോറിയൊക്കെ നോക്കുവാണെങ്കിൽ എല്ലാവരും ജിമ്മിൽ പോവാണ്, എല്ലാവരും ഫിറ്റ് ആവുകയാണ്. കാരണം എന്താണ്? ആ സൊസൈറ്റിയിൽ അവർ കാണിക്കുന്ന, അതായത് ജിമ്മിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് കുറേ മോട്ടിവേഷണൽ വീഡിയോസൊക്കെ കണ്ട് എല്ലാ നാട്ടുകാരും കൂടെ ഇറങ്ങി ഓടി ജിമ്മിൽ പോകും, അല്ലേ? ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എന്താണ്? കൂടുതൽ ജിംസ് വേണം, അല്ലേ? ആൾക്കാർ കൂടുന്തോറും ഇങ്ങനെ ഒരു സംഭവം വേണം എന്നുള്ള ഒരു എന്താണ് ആവശ്യം അവിടെ കൂടുവാണ്, അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ ആ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യണമല്ലോ. അപ്പോൾ കുറേ പുതിയ ജിംസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ കുറേ പ്രൊഡക്ട്സ്, ഇപ്പോൾ ജിം വേഴ്സ് ആയിക്കോട്ടെ, ഡ്രസ്സുകളായിക്കോട്ടെ, ആ പ്രൊഡക്ട്സ് ഒക്കെ കൂടുതൽ ഡിമാൻഡ് വരാനായിട്ട് തുടങ്ങി. അപ്പം ഇതൊക്കെ ഇന്റർ റിലേറ്റഡ് ആണ്. സൊസൈറ്റിയിൽ അങ്ങനെ ഒരു ചിന്താഗതി വന്നതുകൊണ്ട് പ്രപ്പോർഷൻ അല്ലെങ്കിൽ ഇന്റർ റിലേറ്റഡ് ആയിട്ട് അവിടുത്തെ സാധനങ്ങളുടെ വിലകളും അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ കൂടുതൽ, വെറൈറ്റി സാധനങ്ങളൊക്കെ കൂടുതൽ കിട്ടാനായിട്ട് തുടങ്ങി. ന്യൂ ഹെൽത്ത് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് ഹാവ് ഇൻ ടേൺ ചേഞ്ച് ദ പീപ്പിൾസ് ലൈഫ് സ്റ്റൈൽ. അപ്പം പുതിയ ഹെൽത്ത് കെയർ കാര്യങ്ങളൊക്കെ കാരണം ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ചേഞ്ച് ആയി എന്നാണ് ഇവിടെ പറയുന്നത്. നാലാമത്തെയാണ് ഡൈനാമിക് നേച്ചർ. എല്ലാ പോയിന്റ്സിനകത്തും നമ്മൾ കാണുന്നതാണ് ഡൈനാമിക് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചിങ് നേച്ചർ, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, അല്ലേ? അപ്പോൾ ബിസിനസ് എൻവയൺമെന്റ് ഇസ് ഡൈനാമിക് ആൻഡ് ഇൻ ദാറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് വെദർ ഇൻ ടേംസ് ഓഫ് ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ്സ്. കൂടുതലും ചേഞ്ചസ് വരുന്നത് ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ്സിലാണ്, അല്ലേ? നമ്മുടെ ടെക്നോളജി ഇന്ന് കാണുന്നതല്ല നാളെ കാണുന്നത്. 2 ആഴ്ച മുന്നേ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിനേക്കാളും വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടാണ് അടുത്ത ആഴ്ച നമുക്ക് വരുന്ന പുതിയൊരു പ്രോഡക്റ്റ്, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഡൈനാമിക് നേച്ചറാണ് ബിസിനസ് എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് പോലെ തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ടെക്നോളജിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്. ഷിഫ്റ്റ്സ് ഇൻ കൺസ്യൂമർ പ്രിഫറൻസ്, ആൾക്കാരുടെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ അവരുടെ നീഡ്സും വാണ്ട്സും മാറിക്കൊണ്ടേയിരിക്കുന്നു. അഞ്ചാമത്തെയാണ് അൺസർട്ടനിറ്റി. ഒരു ഉറപ്പുമില്ല, അല്ലെ? എന്താണ്? ദ ബിസിനസ് എൻവയൺമെൻറ്റ് റിമെയിൻസ് ഹൈലി അൺസർട്ടൻ ഡ്യൂ ടു ദ ചലഞ്ചിങ് അല്ലെങ്കിൽ ചലഞ്ച് ഓഫ് പ്രിസീഡിങ് ഫ്യൂച്ചർ ഒക്കറൻസ്, particularly amidst of frequent changes and in scene of industries such as information technology or fashion. ഫാഷനിൽ വരുന്ന കുറേ ചേഞ്ചസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അങ്ങനത്തെ ഫീൽഡിലൊക്കെ കുറേ ചേഞ്ചസ് വരുന്നതുകൊണ്ട് തന്നെ അടുത്തത് എന്ത് എന്നുള്ളൊരു ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ്, അല്ലെങ്കിൽ അടുത്ത സംഭവം എന്താണ് വരാനായിട്ട് പോകുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. ആറാമത്തെ പോയിന്റ് ആണ് കോംപ്ലക്സിറ്റി. കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചിലപ്പോൾ പറയും ഭയങ്കര ടഫാണ്, അല്ലേ? എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഇത് ഭയങ്കര ടഫാണ്, കാരണം എന്താ? വായിച്ചാൽ പോലും മനസ്സിലാവത്തില്ല. അതുപോലെ തന്നെ ബിസിനസ് എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്. കാരണം എന്താണ്? ഹ്യൂമൻ ബിഹേവിയർ അല്ലെങ്കിൽ ഇതുപോലത്തെ ഡൈനാമിക് ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വരുന്നതനുസരിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് അടുത്തത് എന്ത് എന്നുള്ളൊരു അൺസർട്ടനിറ്റിയിൽ അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് തോന്നും. ബിസിനസ് എൻവയൺമെൻറ്റ് ഇസ് വെരി കോംപ്ലക്സ് ആസ് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു നോ ദ റിലേറ്റീവ് ഇമ്പാക്ട് ഓഫ് ദ സോഷ്യൽ, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ, ടെക്നോളജി
ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, ചേഞ്ച് ഇൻ ദ ഡിമാൻഡ് ഓഫ് പ്രൊഡക്ട്സ് ഇൻ ദ മാർക്കറ്റ്. അപ്പം ഡിമാൻഡ്സ്, ഓരോ പ്രൊഡക്ട്സിൻ്റെയും ഡിമാൻഡ്സ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പം നമുക്കറിയത്തില്ല അടുത്തത് എന്താണ് വരാൻ പോകുന്നത് അല്ലേ. ഏഴാമത്തെയാണ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് എൻവയൺമെന്റ് ഇസ് എ റിലേറ്റീവ് കോൺസെപ്റ്റ് സിൻസ് ഇറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം കൺട്രി ടു കൺട്രി ഓർ ഈവൻ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. അതായത് നമ്മുടെ രാജ്യത്ത് കൊടുത്താൽ വിറ്റ് പോകുന്ന കുറേ സാധനങ്ങളുണ്ട്, അതുപോലെ തന്നെ വേറെ രാജ്യത്ത് ആ സെയിം പ്രൊഡക്റ്റ് പോയി കഴിഞ്ഞാൽ വിറ്റ് പോകാത്തതായിട്ടുമുണ്ട്. അതിനെയാണ് ഇവിടെ റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം കൺട്രി ടു കൺട്രി. ഓരോ രാജ്യത്തും ഓരോ രീതിയിലായിരിക്കും അത് വരുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് നമ്മൾ കണ്ടു, ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് പഠിച്ചില്ലേ, സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോഴ്സ് പഠിച്ചു, ഇന്റർ റിലേറ്റഡ്നെസ്, ഡൈനാമിക് നേച്ചർ, അൺസർട്ടനിറ്റി, കോംപ്ലക്സിറ്റി, റിലേറ്റിവിറ്റി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയൺമെന്റ്. ബിസിനസ് എൻവയൺമെന്റിന്റെ ഇമ്പോർട്ടൻ്റ് ആണോ? ബിസിനസ് എൻവയൺമെന്റ് വേണോ? വേണം. കാരണം എന്താണ്? ഇറ്റ് എനേബിൾസ് ദ ഫേം ടു ഐഡന്റിഫൈ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഗെറ്റിംഗ് ദ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്. ഇവിടെ പറയുന്നുണ്ട് ബിസിനസ് എൻവയൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബിസിനസ് എന്ത് ബിസിനസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബിസിനസ് ഐഡിയാസ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇവിടെ പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുക, ആൾക്കാർക്ക് എന്താണ് വേണ്ട എന്ന കാര്യങ്ങൾ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുക. അതിലൂടെ എന്താണ്, അവർ തന്നെ ആദ്യം ആ പ്രൊഡക്റ്റ് ഇറക്കുവാണെങ്കിൽ അവർക്ക് തന്നെ ഫസ്റ്റ് കൺസിഡറേഷൻ കിട്ടി, ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് അവർക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇറ്റ് എനേബിൾസ് എ ഫേം ടു ഐഡന്റിഫൈ ദി ഓപ്പർച്യൂണിറ്റി ആൻഡ് ടു ഗെറ്റിംഗ് ദ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് പറയുന്നത് നമ്മുടെ മാരുതി കാറൊക്കെ ആദ്യം വന്ന സമയത്ത് ആരും തന്നെ അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അത്രയും അഫോർഡബിൾ ആയിട്ട് ഒരു ഫാമിലിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാർ ആരും തന്നെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു ബാക്കി ബ്രാൻഡുകൾ അല്ലെങ്കിൽ ബാക്കി കമ്പനീസ് ഒക്കെ മുന്നോട്ട് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് നമ്മുടെ മാരുതിക്ക് കിട്ടിയതുകൊണ്ട് തന്നെ ഇപ്പോഴും ആൾക്കാർ ആ ഒരു കമ്പനി തന്നെ ചൂസ് ചെയ്യും. രണ്ടാമത്തെയാണ് ഇറ്റ് ഹെൽപ്സ് ദ ഫേം ടു ഐഡന്റിഫൈ ത്രെറ്റ്സ് ആൻഡ് ഏർലി വാർണിംഗ് സിഗ്നൽസ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഓരോ ത്രെറ്റ്സ്, നമുക്ക് വരാൻ പോകുന്ന പണികൾ നമുക്ക് നേരത്തെ മുൻകൂട്ടി കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഏർലി വാർണിംഗ് സിഗ്നൽസ്, അതിൽ നിന്ന് നമ്മൾ ആ ഒരു ഡേഞ്ചറിലോട്ട് പോകരുത് എന്നുള്ള ഒരു വാർണിംഗ് സിഗ്നൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. എൻവയോൺമെന്റൽ അവയർനെസ് ക്യാൻ ഹെൽപ്പ് മാനേജേഴ്സ് ടു ഐഡന്റിഫൈ വേരിയസ് ത്രെറ്റ്സ്. അപ്പം നമുക്കറിയാം ഇനിയും ചിലപ്പം ഇങ്ങനെ എന്തെങ്കിലും ഫ്ലഡ് വരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും എർത്ത് ക്വേക്സ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കമ്പനി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് തുടങ്ങി കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നൊരു കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെയാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സ്. ഫോർ എ ബിസിനസ് ടു സക്സീഡ് ഇറ്റ് നീഡ്സ് ടു യൂസ് വാട്ട്സ് അവൈലബിൾ അറൗണ്ട് ഇറ്റ്. അതും വെറുതെ ചുറ്റും അവൈലബിൾ ആണ്, കൊള്ളാം അവൈലബിൾ ആണെന്ന് പറഞ്ഞിരിക്കാനല്ല, അത് വളരെ വൈസ് ആയിട്ട് അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് അത് യൂസ് ചെയ്യണം. ആൻഡ് മേക്ക് ഷുവർ ഇറ്റ് പ്ലാൻസ് മാച്ച് വിത്ത് പീപ്പിൾ വാണ്ട്സ്. അപ്പം ചുറ്റുമുള്ള റിസോഴ്സ് വെച്ച് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്, ആൾക്കാർക്ക് എന്താണോ വേണ്ടത് അത് നമ്മുടെ ചുറ്റുമുള്ള റിസോഴ്സസ് വെച്ച് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നാലാമത്തെയാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ കോപ്പിംഗ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ്. പെട്ടെന്ന് വരുന്ന മാറ്റങ്ങളുമായിട്ട് യോജിച്ച് അല്ലെങ്കിൽ ഒത്തുപോകാനായിട്ട് ബിസിനസ് എൻവയോൺമെന്റ് സഹായിക്കുമെന്നാണ് പറയുന്നത്. To adapt effectively, managers must thoroughly understand the environment and devise appropriate strategies. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് മാനേജേഴ്സ് ഇത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യണം. എന്താണ് ഒബ്സർവ് ചെയ്യേണ്ടത്? മാറ്റങ്ങൾ വരുന്നുണ്ടോ, മാറുന്നുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയൊക്കെ ഓരോ സ്ട്രാറ്റജീസിലൂടെയാണ് മാറ്റങ്ങൾ വരുന്നത്, ആൾക്കാരിൽ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകേണ്ടി എന്ന സ്ട്രാറ്റജീസ് ഒക്കെ ഇറക്കണമെന്നാണ് പറയുന്നത്. അഞ്ചാമത്തെയാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ അസിസ്റ്റിംഗ് ഇൻ പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. ഇവിടെ പറയുന്നുണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് അനലൈസിംഗ് ദ ബിസിനസ് എൻവയോൺമെന്റ് ഇസ് ക്രൂഷ്യൽ ആസ് ഇറ്റ് ഇസ് പ്രൊവൈഡ് ഇൻസൈറ്റ് ഇൻ ടു ബോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. അല്ലെ, ഓപ്പർച്യൂണിറ്റീസും ത്രെറ്റ്സും നമുക്ക് ഒബ്സർവേഷനിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഫ്യൂച്ചർ ആക്ഷൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പോളിസീസ്. ഫോർ എക്സാമ്പിൾ, ഇൻക്രീസ് കോമ്പറ്റീഷൻ ഫ്രം ന്യൂ മാർക്കറ്റ്സ് may prompt enterprise to rethink the strategies. അല്ലേ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഓരോ കാര്യം ഇറ്റ് ഹെൽപ്സ് അസിസ്റ്റിംഗ് പ്ലാനിങ് ചെയ്യാനും പിന്നെ ഓരോ പോളിസീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാനും ഇത് സഹായിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ആറാമത്തെയാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് പെർഫോമൻസ്. നമ്മുടെ ഒരു ബിസിനസ്സിൽ ചെയ്യുന്ന ഓരോ പെർഫോമൻസും നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ബിസിനസ് എൻവയോൺമെന്റ് സഹായിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് സ്റ്റഡീസ് ഇൻഡിക്കേറ്റ് ദാറ്റ് എന്റർപ്രൈസ് ക്ലോസ്ലി ലിങ്ക് ടു ദെയർ എൻവയോൺമെന്റ് ആൻഡ് അഡോപ്റ്റിംഗ് അപ്രോപ്രിയേറ്റ് പ്രാക്ടീസ് നോട്ട് ഓൺലി എൻഹാൻസ് കറന്റ് പെർഫോമൻസ് but also sustain success in long term. അതായത് ലോങ് റണ്ണിനെ വേണ്ടിയും ഇത് സഹായിക്കുമെന്നാണ് പറയുന്നത്. അടുത്തതാണ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. നമുക്ക് ബിസിനസ് എൻവയോൺമെന്റ് 1 2 3 4 5 എണ്ണമാണ്, 5 ഡയമെൻഷൻസ് ആണുള്ളത്. നമുക്ക് അഞ്ച് ഡയമെൻഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്കണോമിക് എൻവയോൺമെന്റ് ഉണ്ട്, അത് മോണിറ്ററി മീൻസ് എന്ന് നിങ്ങൾ ഓർത്ത് നോക്കുക. അപ്പം അതിൻ്റെ അകത്ത് വരുന്ന ഇറ്റ് ഇൻക്ലൂഡ്സ് ഫാക്ടേഴ്സ് വരുന്ന ഇൻഫ്ലേഷൻ ഉണ്ട്, ടാക്സ് റേറ്റ്സ് ഉണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ്, അൺഎംപ്ലോയ്മെന്റ് എന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും എക്കണോമിക് എൻവയോൺമെന്റിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സോഷ്യൽ എൻവയോൺമെന്റ്. സോഷ്യൽ എൻവയോൺമെന്റ്
പറഞ്ഞാൽ സൊസൈറ്റീനെ ബേസ് ചെയ്തുള്ള അല്ലെ റിലീജിയസ് ആസ്പെക്റ്റ്, ലാംഗ്വേജ്, കസ്റ്റംസ്, ട്രഡീഷൻസ്, പിന്നെന്താ നമ്മുടെ ടേസ്റ്റ്, ലൈഫ് എക്സ്പെക്റ്റൻസി കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ എൻവയോൺമെൻറ്റ്, നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യങ്ങളൊക്കെ. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് നമുക്കറിയാം നമ്മുടെ ഓരോ സ്ഥലത്തും, അതായത് കോമ്പിനേഷൻ ഓഫ് വേരിയസ് ഐഡിയോളജീസ് ആണ് ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസിനുള്ളത് അല്ലേ. എല്ലാവർക്കും ഒരേ ചിന്താഗതിയാണെങ്കിൽ ഒന്നിച്ചൊരു ഗ്രൂപ്പ് അങ്ങ് ഫോം ചെയ്താൽ പോരെ. ഇത് ഓരോരുത്തർക്കും ഓരോ ഐഡിയോളജീസ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഈ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൻ്റെ കേസിൽ വരുന്നത് വേരിയസ് പൊളിറ്റിക്കൽ പാർട്ടീസിന് പല രീതിയിലുള്ള ഐഡിയോളജീസ് ആണ്. അപ്പം ഇവിടെ ചില സ്ഥലങ്ങളിൽ സമാധാനം കാണും, ചില സ്ഥലങ്ങളിൽ സമാധാനം കാണില്ല, ചില സ്ഥലങ്ങളിൽ ചില കാര്യങ്ങൾ ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമായിരിക്കും, ചില സ്ഥലങ്ങളിൽ അതിന് ബാരിയേഴ്സ് കാണും അല്ലേ. അപ്പം നമ്മൾ ഈ പൊളിറ്റിക്കൽ എൻവയോൺമെൻ്റ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് തന്നെ ബിസിനസ് വെക്കണം. കാരണം നമുക്ക് ചില സമയത്ത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നൊക്കെ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. അപ്പം അത്ര വലിയ സ്ട്രിക്റ്റ് റൂൾസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തടത്ത് കൊണ്ടുപോയി നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ സിറിയയിലോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലോ ഇറാഖിലോ ഒക്കെ പോയി നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ സർവൈവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഡ്യൂ ടു അൺസർട്ടൺ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അല്ലേ. പിന്നെന്താണ് അപ്പോൾ അത് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത് നമ്മുടെ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ കാര്യം സിസ്റ്റംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓരോ ഡിവൈസസ് ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൽ വരുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഫോഴ്സസ് റിലേറ്റഡ് ടു സയൻറ്റിഫിക് ഇംപ്രൂവ്മെൻറ്റ്സ് ആൻഡ് ഇന്നോവേഷൻ. പുതിയ പുതിയ ഐഡിയാസ്, പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഇന്നോവേറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് കമ്പനീസ് ഇൻട്രൊഡ്യൂസ് ന്യൂ മോഡൽസ് ഓഫ് കാർ അല്ലേ. നമ്മൾ കാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ പുതിയ പുതിയ ഓരോ പ്രൊഡക്ട്സ് ആയിക്കോട്ടെ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൻ്റെ ഒരു ബേസിലാണ് വരുന്നത്. ഇത് ചിലപ്പോൾ ഓരോന്നിൽ നിന്നും 1 മാർക്കിന് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം വന്നത് നമ്മുടെ സോഷ്യൽ എൻവയോൺമെൻറ്റിൻ്റെ കേസിൽ നിന്നായിരുന്നു. നമ്മുടെ ലാംഗ്വേജ്, കസ്റ്റംസ്, ട്രഡിഷൻ എന്ന ഭാഗത്തിൽ നിന്ന് വരുന്ന ഐഡന്റിഫൈ ദിസ് ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സൊസൈറ്റിയിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ എൻവയോൺമെന്റ് ആയിരിക്കും. ഓക്കെ, യെസ്, ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തതാണ് ലീഗൽ എൻവയോൺമെന്റ്. ലീഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ലോ ബിഡൻ അല്ലേ. ലോ എന്ന് പറയുന്നത് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഒരു സ്ഥലത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ ദ ഗവൺമെൻറ് ഹാസ് മെയ്ഡ് കമ്പൽസറി ടു ഡിസ്പ്ലേ ദ ഹെൽത്ത് വാർണിംഗ് ഓൺ ഔട്ട്സൈഡ് ഓഫ് ദ സിഗരറ്റ് പാക്കറ്റ്സ്. അപ്പം ഓൾറെഡി ഇവിടെ റൂൾ ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇതുപോലത്തെ സിഗരറ്റ് പാക്കറ്റ്സിൽ ഇങ്ങനെ വാർണിംഗ്സ് കൊടുക്കും അല്ലേ. എന്താണ് വാർണിംഗ്സ് കൊടുക്കുന്നത്? സിഗരറ്റ് ഇസ് ഇൻജോറിയസ് ടു ഹെൽത്ത് അല്ലെങ്കിൽ സ്മോക്കിംഗ് കോസസ് ത്രോട്ട് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ ഓരോ ഈ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ നമ്മൾ കാണാറില്ലേ, അഡ്വർടൈസ്മെൻറ്റ് ഇല്ല തിയേറ്ററിലൊക്കെ പോകുന്ന സമയത്ത്. അപ്പം അതൊക്കെ റൂള് പ്രകാരം അല്ലെങ്കിൽ ലീഗൽ എൻവയോൺമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ലീഗലി പറഞ്ഞ ഒരു റൂളാണ്. അങ്ങനെ എന്തെങ്കിലും ആൾക്കാരെ ഡേഞ്ചറിൽ കൊണ്ടുപോകുന്ന ടൈപ്പ് പ്രൊഡക്ട്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിൽ ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുക. ഇത് എല്ലാവർക്കും കാണുന്ന രീതിയിൽ തന്നെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ ലീഗൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ലീഗൽ എൻവയോൺമെൻറ്റ് കവർ ചെയ്തു. അടുത്തതാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. എന്താണ് ലിബറലൈസേഷൻ, എന്താണ് പ്രൈവറ്റൈസേഷൻ, എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന കാര്യമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ചിലപ്പോൾ ലിബറലൈസേഷൻ മാത്രമായിട്ട് എന്താണെന്ന് ചോദിക്കും, പ്രൈവറ്റൈസേഷൻ മാത്രമായിട്ട് ചോദിക്കും, ഗ്ലോബലൈസേഷൻ മാത്രമായിട്ട് ചോദിക്കും. അല്ലെങ്കിൽ LPG എന്താണ്, വാട്ട് സ്റ്റാൻഡ് ഫോർ LPG ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 4 മാർക്കിനൊക്കെ ആണെങ്കിൽ ചെറിയൊരു എക്സ്പ്ലനേഷൻ, ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ലിബറേറ്റിംഗ് എക്കണോമി ഫോർ അൺനെസസറി കൺട്രോൾസ്. നമുക്കറിയാം ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആൻസർ ഷീറ്റ് ഒക്കെ കിട്ടുന്ന ടൈമിൽ ടീച്ചേഴ്സ് ഇങ്ങനെ പറയും ലിബറൽ വാല്യുവേഷൻ ആയിരുന്നു. കാരണം എന്താണ്, എന്തെങ്കിലും എഴുതി വെച്ചവർക്ക് മാർക്ക് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് തരും അല്ലേ. അത്ര സ്ട്രിക്റ്റ് അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കാര്യം ഉള്ള പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു അയവ് തരുന്നുണ്ട് എന്ന് പറയും അല്ലേ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്, ദ അൺനെസസറി കൺട്രോൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് മേക്കിംഗ് ദി എക്കണോമി മോർ കോമ്പറ്റീറ്റീവ് അല്ലേ. അൺനെസസറി ആയിട്ട് അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിലുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് അത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് തന്നെയാണ് ലിബറലൈസേഷൻ പറയുന്നത്. ത്രൂ ലിബറലൈസേഷൻ ഇൻ ഇന്ത്യ ബിസിനസ് സിസ്റ്റം ഇസ് നൗ ഫ്രീ ഫ്രം അൺനെസസറി ലൈസൻസ്. അപ്പം ഇങ്ങനെ ലിബറലൈസേഷൻ വന്നതോടുകൂടി നമുക്ക് എന്താണ് ലൈസൻസ്, പെർമിറ്റ്, കോട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി. അതായത് നമുക്കിങ്ങനെ ഓരോ റൂൾസ് വെക്കും, ഇത്രയും സാധനങ്ങളെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, ഇന്ന സാധനങ്ങൾ കയറ്റി അയക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിടത്തു നിന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും എക്സ്പോർട്ട് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലോട്ട് മാറി.
ദ 1991 പോളിസി ഇൻട്രൊഡ്യൂസ് ദ ഫോളോയിങ് മെഷേഴ്സ്. അപ്പോൾ 1991 പോളിസിയിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അബോളിഷിംഗ് ലൈസൻസ് റിക്വയർമെന്റ്, മോസ്റ്റ് ഓഫ് ദി ഇൻഡസ്ട്രീസിനൊക്കെ ലൈസൻസ് വേണമെന്നുണ്ടായിരുന്നു. ഫ്രീഡം ഇൻ ഡിസൈഡിങ് ദ സ്കെയിൽ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി, എന്തുമാത്രം നമ്മുടെ ആ ഒരു ബിസിനസ് ആക്ടിവിറ്റിയുടെ സ്കെയിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം. പിന്നെ എന്താണ് റിമൂവൽ ഓഫ് റെസ്ട്രിക്ഷൻസ് ഓഫ് ദ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഗുഡ്സ് ആൻഡ് സർവീസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ടൊന്നും പറ്റത്തില്ലായിരുന്നു, പക്ഷേ അതിൻ്റെ ആ ഒരു റെസ്ട്രിക്ഷൻ റിമൂവ് ചെയ്തു. ഫ്രീഡം ഇൻ ഫിക്സിംഗ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റും നമുക്ക് കിട്ടി ബോധിച്ചു. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ലിബറലൈസേഷൻ വന്നതുകൊണ്ട്. അടുത്തതാണ് പ്രൈവറ്റൈസേഷൻ. ഇത് വൺ ഷോട്ട് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മളിത് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അപ്പം കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേണം എന്നുള്ള കുഞ്ഞുങ്ങൾ ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈവറ്റൈസേഷൻ മീൻസ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഓർ മാനേജ്മെൻറ്റ് ഓഫ് എൻ്റർപ്രൈസ് ഫ്രം പബ്ലിക് സെക്ടർ ടു പ്രൈവറ്റ് സെക്ടർ. അതായത് പബ്ലിക് സെക്ടർ, ഓക്കെ ഇവിടെ മിസ് പടം വരച്ച് കാണിക്കാം. പബ്ലിക് സെക്ടർ, പി എന്ന് എഴുതിയിരിക്കുന്ന പബ്ലിക് സെക്ടറാണ് കേട്ടോ. അപ്പോൾ പബ്ലിക് സെക്ടറിലുള്ള ആൾക്കാർ എന്താണ്, പബ്ലിക് സെക്ടറിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു സംഭവം പെട്ടെന്ന് അവർ നഷ്ടത്തിലായി അല്ലേ, അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. പബ്ലിക് സെക്ടർ റൺ ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഗവൺമെൻറ് ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? നമ്മുടെ പ്രൈവറ്റ് സെക്ടറിലെ ആൾക്കാർക്ക് ഇതങ്ങ് കൊടുക്കും അല്ലേ. ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറിലെ ആൾക്കാർക്ക് ഇതങ്ങ് കൊടുക്കും. നിങ്ങളെടുത്തോ, നിങ്ങളിത് നോക്കി നടത്തിക്കോ എന്ന് പറയും. അതിനെയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു റൂളുണ്ട്. ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിൽ വരുന്ന സാധനമാണ്. അത് ഇവിടെ യെസ്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിൽ വരുന്ന ഒരു സാധനമാണ് നമ്മുടെ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ. മിസ് നേരത്തെ പറഞ്ഞു പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനിക്ക് അവരുടെ അത് ഹാൻഡ് ഓവർ ചെയ്യുന്നു, എന്നിട്ട് പ്രൈവറ്റ് കമ്പനി അത് നോക്കി നടത്തുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടേം ഇതിൻ്റെ ഇടയിലുണ്ട്. അതായത് പബ്ലിക് കമ്പനി, നമ്മുടെ ഗവൺമെൻറ് കമ്പനി, ജി എന്ന് കൊടുക്കാവേ, ഗവൺമെൻറ് കമ്പനിയുടെ 50% കൂടുതൽ ഷെയർ, മുകളിലോട്ട് ആരോ ഇട്ടിരിക്കുന്നത് ഇൻക്രീസ്, കൂടുതൽ ഷെയർ ഗവൺമെൻറ്റിൻ്റെ കയ്യിലും ബാക്കി ഷെയർസ് കുറവ്, അതായത് 49 ഷെയർ നമ്മുടെ 51 ഇടാം കേട്ടോ, 49% ഷെയർസ് നമ്മുടെ പ്രൈവറ്റ് കമ്പനിയുടെ കയ്യിലോ ആണെങ്കിൽ പ്രൈവറ്റ് കമ്പനി കുറേയൊക്കെ ഈ ഒരു ഫേം നോക്കി നടത്തും. പക്ഷേ കൂടുതൽ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്നത് നമ്മുടെ ഗവൺമെൻറ്റിനായിരിക്കും. കാരണം അവരുടെ കയ്യിലാണ് കൂടുതൽ നമ്പർ ഓഫ് ഷെയർസ് ഉള്ളത്. ഇതിപ്പോൾ നേരെ തിരിച്ച് പ്രൈവറ്റ് കമ്പനിയുടെ കയ്യിൽ 51% കൂടുതൽ ഷെയർസും ബാക്കി ഷെയർ മാത്രമേ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ളെങ്കിൽ പ്രൈവറ്റ് കമ്പനീസ് ആയിരിക്കും അത് നോക്കി നടത്തുന്നത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും പ്രൈവറ്റ് കമ്പനീസ് ആയിരിക്കും. അതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്? മീൻസ് സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് ഷെയർ ഇൻ എ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ടു പ്രൈവറ്റ് സെക്ടർ. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് മേ ലീഡ് ടു പ്രൈവറ്റൈസേഷൻ. ഇപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ് പ്രൈവറ്റൈസേഷനിലോട്ട് നയിക്കുന്നതെന്ന് പറയുന്നു. When the government sells only less than 50% of its total stock, it is called merely disinvestment. അതായത് 50%ൽ കുറവ് സ്റ്റോക്സ് ആണ് അവരുടെ കൊടുത്തിരിക്കുന്നത്, പ്രൈവറ്റ് സെക്ടേഴ്സിന് കൊടുത്തെങ്കിൽ മെർലി ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. കാരണം ഇച്ചിരി റേറ്റ് ഒക്കെ നമ്മുടെ പ്രൈവറ്റ് സെക്ടേഴ്സിനുണ്ട്, അവരാണ് നോക്കി നടത്തുന്നത്. പക്ഷേ മൊത്തത്തിൽ പോയിട്ടില്ല. പക്ഷേ 51% മുകളിൽ ഷെയർസ് നമ്മുടെ പ്രൈവറ്റ് സെക്ടേഴ്സിന് ഗവൺമെൻറ് കൊടുക്കുവാണെങ്കിൽ അവിടെ അവരുടെ റൈറ്റ് പോയി, ഗവൺമെൻറ്റിൻ്റെ റൈറ്റ് പോയി. പിന്നെ നോക്കി നടത്തുന്നത് പ്രൈവറ്റ് സെക്ടേഴ്സ് ആയിരിക്കും. അതിനെയാണ് ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇഫ് ഗവൺമെൻറ് സെൽസ് മോർ ദാൻ 50% ഓഫ് ഇറ്റ്സ് സ്റ്റേക്ക് ഇൻ എ കമ്പനി ടു പ്രൈവറ്റ് സെക്ടർ, ഇറ്റ് ലീഡ് ടു പ്രൈവറ്റൈസേഷൻ ഓഫ് ദ ഫേം. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരാളും കൂടെ ഉണ്ട്, നമ്മുടെ ഗ്ലോബലൈസേഷൻ. ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോബലൈസേഷൻ എന്ന് ഓർക്കുമ്പോഴേ ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരണം. എക്സാമ്പിൾ വന്നു കഴിഞ്ഞാൽ താനേ എൻ്റെ കുഞ്ഞുങ്ങൾ എഴുതിക്കോളും കേട്ടോ. അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ഇൻറ്റഗ്രേഷൻ ഓഫ് വേരിയസ് എക്കണോമീസ് ഓഫ് വേൾഡ്. അതായത് ഈ ലോകത്തിനെ മൊത്തം ഒരു സിംഗിൾ മാർക്കറ്റായിട്ട് കാണുന്നു. നമുക്ക് അമേരിക്കയിലുള്ള പല പ്രൊഡക്ട്സും നമുക്ക് നാട്ടിൽ കിട്ടുന്നുണ്ട്. അവരുടെ പല ബ്രാൻഡ് അല്ലെങ്കിൽ പല ബ്രാൻഡ്സ് നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഈ ഗ്ലോബലൈസേഷൻ വന്നതുകൊണ്ടാണ്. നമ്മുടെ LPG, നമ്മുടെ ഗ്ലോബലൈസേഷൻ വന്നതുകൊണ്ടാണ്. ഇറ്റ് മീൻസ് ദ മിക്സിംഗ് ഓഫ് ഡൊമസ്റ്റിക് എക്കണോമി വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് വിത്ത് റിഗാർഡ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ട്രേഡ്, പ്രൊഡക്ഷൻ ആൻഡ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. ഓക്കെ, ഗ്ലോബലൈസേഷൻ ലീഡ് ടു ഫ്രീ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ, ഗുഡ്സ് ആൻഡ് സർവീസ് അക്രോസ് ദ ബൗണ്ടറി അല്ലേ. അപ്പം ഇതിൻ്റെ അകത്ത് ആൾക്കാരായിക്കോട്ടെ, ഗുഡ്സ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അവർക്ക് ഫ്രീ മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെയും അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. എക്സാമ്പിൾ നമ്മുടെ കൊക്കക്കോള ആയിക്കോട്ടെ, പെപ്സി ആയിക്കോട്ടെ, KFC ആയിക്കോട്ടെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെളി രാജ്യങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ ഇപ്പോഴും ഇവിടെ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഗ്ലോബലൈസേഷൻ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഡിമോണിറ്റൈസേഷൻ എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ വല്ലതും 2 മാർക്സിന് വല്ലതും ചോദിക്കുവാണെങ്കിൽ എഴുതാൻ പറ്റുന്ന പോലെ പഠിച്ചിട്ട് പോവുക. ഡിമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല,
നോട്ട് വിരോധനം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, അതിനെയാണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞത്. ഡിമോണിറ്റൈസേഷൻ ഇസ് എൻ ആക്ട് ഓഫ് ക്യാൻസലിംഗ് ദ ലീഗൽ ടെൻഡർ സ്റ്റേറ്റസ് ഓഫ് എ കറൻസി യൂണിറ്റ് ഇൻ എ സർക്കുലേഷൻ. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കറൻസി നോട്ട്സ് പെട്ടെന്ന് നിർത്തലാക്കുന്നു എന്ന് പറഞ്ഞ് അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതിനെയാണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇന്ന് തൊട്ട് ഇന്ന നോട്ട് വിരോധിക്കുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിരോധിക്കുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊരു ഏർപ്പാടല്ലേ, അത് എന്നെ ചെയ്യും എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളിപ്പോൾ ഓർക്കുന്നത്. അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഇതുപോലെ ചില രീതിയിൽ ഈ കറപ്ഷൻ കാര്യങ്ങളൊക്കെ വരും അല്ലേ. ഇപ്പം നമ്മൾ ബ്ലാക്ക് മണി എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനത്തെ കറപ്ഷൻ കാര്യങ്ങളൊക്കെ നിർത്താൻ വേണ്ടിയാണ്, ഈ ബ്ലാക്ക് മണീസൊക്കെ നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഡിമോണിറ്റൈസേഷൻ ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ദ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു കിടിലൻ ചാപ്റ്റർ നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ബിസിനസ് എൻവയോൺമെൻറ്റ് അടിപൊളിയായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോസിൽ കാണാം. അതുവരെ ബൈ.